ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇഷു ഇഷുവിനെ അറിയാമെങ്കിലും ഇഷുവിന് നാളും കയറിപ്പോയി. നമ്മളെല്ലാവരും കൂടി പെല്ലശ്ശേരി അമ്പലത്തിൽ പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഷു ഉണ്ട്, ഇഷാൻ സന്തോഷ് അല്ലേ? സ്കൂളും ക്ലാസ്സെല്ലാം പറഞ്ഞു കൊടുക്കും ഇഷു. ഇതാ പൈങ്കിളിൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ ഇഷു നമ്മളെ കൂടെ വരുന്നുണ്ട്, ഇഷുവിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പെല്ലശ്ശേരി അമ്പലത്തിലേക്ക്. ഞാൻ റെഡിയായില്ല, അതിന് നടുക്ക് ഞാൻ ഇവരെ കൊണ്ടൊന്ന് ഇൻട്രോ പറയിക്കാൻ നോക്കിയതാണ്. ഇവർ രണ്ടാളും പറയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വന്ന് ഇനി ഞാൻ റെഡി ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് പോകാം. കണ്ണൂരുള്ളവർക്കെല്ലാം പെല്ലശ്ശേരി അമ്പലം അറിയായിരിക്കും. പെല്ലശ്ശേരി അമ്പലം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജിയ പ്ലേസാണ്. നമ്മളെ +2 പഠിച്ച പെല്ലശ്ശേരി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പെല്ലശ്ശേരി അമ്പലം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വരട്ടെ ഇഷു. ഓക്കെ. ഹലോ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പെർളശ്ശേരി അമ്പലത്തിലേക്കാണ്. കണ്ണൂരുള്ളവർക്കെല്ലാം പെർളശ്ശേരി അമ്പലം അറിയായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, കണ്ണൂർ ജില്ലയിൽ പെർളശ്ശേരി എന്ന സ്ഥലത്ത് ഉള്ളൊരു അമ്പലമാണ്. സുബ്രഹ്മണ്യനാണ് അവിടെ പ്രധാന പ്രതിഷ്ഠ. നമ്മളെല്ലാ കൊല്ലവും ഇതേപോലെ ഒന്ന് പോകാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, പറ്റുന്ന ടൈമെല്ലാം പോകാറുണ്ട്. പിന്നെ അവിടെ നാഗത്തിൻ്റെ അത് ഭയങ്കര ഒരു സംഭവമാണ്. അവിടെ നാഗത്തിന് വേണ്ടിയിട്ട് മുട്ട സമർപ്പിക്കുക. നമ്മൾ പണ്ടൊക്കെ ചെറുതിലൊക്കെ പാമ്പിനൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും പിന്നെ അമ്മയൊക്കെ പറയാം അവിടെ പോയിട്ട് മുട്ട സമർപ്പിക്കുക, മുട്ട വെക്കുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇതിൽ നമ്മൾ വെക്കേഷനൊക്കെ പോയാൽ മക്കളെയും കൊണ്ടൊക്കെ പോവാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം അഴീക്കോടുന്ന് ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് അവിടത്തേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ചെറിയൊരു മഴ പാറൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പെർളശ്ശേരി അമ്പലത്തിൽ പോകുകയെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഞാൻ +2 പഠിച്ചത്. അപ്പോൾ നമ്മൾ എപ്പം കൊല്ലം ഫ്രണ്ട്സെല്ലാം കൂടി പോകുന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയെന്ന് പറയുമ്പോൾ എപ്പം കൂടെ പഠിച്ച ആരെയും കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് ആ ഒരു ഫീലിങ്സ് വേറെ തന്നെയല്ലേ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അതിലൂടെ പോകുമ്പോഴൊക്കെയുള്ള. അങ്ങനെ പെർളശ്ശേരി അമ്പലം മാത്രമല്ല, ഇന്ന് നമുക്ക് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി വിനോദൻ്റെ ഒരു ഇതിൽ പെട്ട അമ്പലമുണ്ട്. അമ്പലമല്ല, കാവ്, അവിടെയും കൂടി കയറണം. അപ്പോൾ പൊതുവേ നമ്മളങ്ങനെ പെർളശ്ശേരി അമ്പലം പോയി വരുമ്പം അങ്ങനെ പോയിട്ടാണ് വരാറുള്ളത്. ഇപ്പം എന്താ നിങ്ങൾ ഈ കാണുന്നതാണ് ചൊവ്വ ശിവക്ഷേത്രം. ഇവിടെയും ഞാൻ 1-2 പ്രാവശ്യമായിട്ടേ പോയിട്ടുള്ളൂ. അതും എൻ്റെ ഫ്രണ്ട് രമ്യേൻ്റെ കൂടെയാണ് പോയത്. രമ്യ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളന്ന് പോയത് ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. മുമ്പ് ഇതേപോലെ +2 പഠിക്കുന്ന സമയം നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അതാണ് എനിക്കുള്ള ഓർമ്മ. അല്ലാണ്ട് ഞാൻ പോയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ചൊവ്വ അമ്പലത്തിൽ. അപ്പോൾ ചൊവ്വം കഴിഞ്ഞ് താഴെ ചൊവ്വക്ക് ഇപ്പം പുതിയൊരു മോള് തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ മോൾ എവിടെയാണ് എന്നുള്ള എന്നാണിപ്പോൾ സെക്വയർ മാൾ അല്ലേ, സെക്വയർ മാൾ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ്. ഞാൻ വിചാരിച്ചത് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാണ്. പക്ഷേ കുറച്ച് എന്ന് പറയണ്ടേ താഴെ ചൊവ്വക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ സെക്വയർ മാളിൽ കയറണം എന്ന് വെക്കേഷന് പോണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യത്തെ വെക്കേഷൻ അതൊന്നും നടന്നില്ല. നമ്മൾ തിരിച്ച് വരുന്ന വഴി കയറാമെന്നൊക്കെ എനിക്ക് പ്ലാൻ ഇട്ടാണ്. പക്ഷേ നമ്മൾ പൊതുവേ തിരിച്ച് വരുന്നത് ഈ വഴിയല്ല. ഞാൻ പറഞ്ഞല്ലോ വേറൊരു കാവിലും കൂടി പോകാനുണ്ട്. അപ്പോൾ അത് തോട്ടട ഭാഗത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റി വഴിയാണ് തിരിച്ച് അഴീക്കോട് പോകാറുള്ളത്. അതുകൊണ്ട് നമ്മളെ മാൾ പരിപാടി നടക്കില്ല. അങ്ങനെ സെക്വയർ മാൾ മെയിനായിട്ട് സെക്വയർ മാൾ പോകാൻ ഇങ്ങനെ നമുക്ക് ആകാംക്ഷ വരുന്നത് അവിടെ നെസ്റ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടാണ്. കാരണം പൊതുവേ നമ്മൾ ദുബായിലുള്ളപ്പോൾ നമ്മളെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം നെസ്റ്റോ എന്നാണ് നടത്താറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണോ ഇവിടെ നാട്ടിലുള്ള നെസ്റ്റോവും? അങ്ങനെ എനിക്കൊന്ന് ഇത്രയും വലിയൊരു മോള് കണ്ണൂരില്ലാന്ന് തോന്നി ഇതുവരെ ഉള്ളിൽ. എല്ലാ സംവിധാനങ്ങളും ഉള്ള ക്യാപിറ്റൽ മാളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇത്രയും വലുതാണെന്ന് തോന്നില്ല. ഇതിനകത്ത് സിനിമാ തിയേറ്ററും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഞാൻ പോയിട്ടില്ല, പറഞ്ഞറിവേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയുന്നില്ല. അത് നേരിട്ടൊന്ന് കാണാൻ പോകാം എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ വിനോദത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും എങ്ങനെയെങ്കിലും സോപ്പിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ പല കാരണങ്ങളും പല തിരക്കും കാരണം സെക്വയർ മാൾ പോക്ക് നടന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാല ടൗണിൽ കൂടിയാണ്. പക്ഷേ പഞ്ചായത്തിൽ നിന്നും കുറേ മാറ്റം തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പം നല്ല ക്ലീനും അതുപോലെ തന്നെ ഉണ്ട്. ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ എന്താ പറയണ്ടേ ഇതുപോലെ ഇത് റോഡ് വഴി പിന്നെ ബസ്സിലൊക്കെ പാസ് ചെയ്യുമ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ മുമ്പേ കണ്ട ചാലയൊന്നും. ഇപ്പം ഭയങ്കര നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ പിന്നെ
ഇവിടെയൊക്കെ ചാലക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രുതി എന്ന് പറഞ്ഞിട്ട്. അവളും ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. +2 2001 മുതൽ 2003 വരെയുള്ള ബാച്ചായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിരുന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇതിലൂടെ പോകുമ്പം കുറേ പിന്നെ ആടൂരൊരു ദിൽനി ഉണ്ടായിരുന്നു, കാടാച്ചിറ ഒരു സുമീത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ദിൽനിയും ഞാൻ നേരത്തെ പറഞ്ഞ രമ്യയും സുജിനിയും ഒക്കെ ആയിരുന്നു നമ്മളൊരു ബെഞ്ചിൽ. എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ കാടാച്ചിറയുള്ള സുമയ്യേനെ എനിക്ക് ഇതുവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് സുമയ്യേനെ അറിയെങ്കിൽ, അഥവാ എവിടെയെങ്കിലും ഇരുന്ന് സുമയ്യെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാലും മതി. കാടാച്ചിറ എത്തുമ്പോൾ എന്നും നമുക്ക് ഓർമ്മ സുമയ്യനാണ്. കാരണം കാടാച്ചിറയാണ് അവൾ ബസ് ഇറങ്ങാറ്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന, അത് എങ്ങോട്ടേക്ക് പോകുന്ന റോഡാണെന്ന് എനിക്കറിയില്ല, അങ്ങോട്ടേക്കാണ് അവൾ പോവാറുള്ളത്. അത്രമാത്രമേ അറിയൂ. ബാക്കി ഒരുവിധ ആൾക്കാരെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുമയ്യേനെ ഇവിടെ നിന്നും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് സൈഡിലുള്ള വൃത്തിയാണ്. കാരണം എന്തൊരു ഭംഗിയിലാണ് എന്നറിയാം. എനിക്കൊന്ന് ദിവസം ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നും, അത്രക്കും. കാരണം കണ്ണൂരൊന്നും ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നീറ്റായ ഒരു ഏരിയ കണ്ടിട്ടില്ല. അത്രക്കും നല്ല നീറ്റ്. കാരണം പണ്ടെന്ന് വെച്ചാൽ ഒരു 20 വർഷം 21 വർഷം മുമ്പേ നമ്മൾ പോയ സ്ഥലമാണ്. എന്നിട്ടും ഞാൻ എന്താ പറയണ്ടേ, മുന്നൊക്കെ പിന്നെയും ഇപ്പം എനിക്കൊന്ന് 3-4 കൊല്ലമായി പോയി വരാത്തത്. എന്നാലും വന്നിട്ടുണ്ട്. അന്നേരമൊന്നും ഇത്രയും നീറ്റൊന്നും ഈ ഏരിയ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നല്ല നീറ്റ്. എന്തായാലും ഇത്രയും നീറ്റാക്കുന്ന അത് പഞ്ചായത്താണോ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. കോർപ്പറേഷൻ അങ്ങനെ എന്തൊക്കെയല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഒരു കയ്യടി കൊടുക്കേണ്ട സംഭവമാണ്. സൂപ്പറായിട്ടുണ്ട്. കാരണം പൊതുവേ ഇങ്ങോട്ടൊക്കെ ഗ്രാമപ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ. പക്ഷേ ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയും എല്ലാം നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അവരെന്തായിട്ടും. അതിന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. എനിക്കൊന്ന് ഈ കാടാച്ചിറ ആടൂർ കഴിഞ്ഞ മുതൽ തന്നെയാണ് തോന്നുന്നു. കാടാച്ചിറ പെരളശ്ശേരി പെരളശ്ശേരി വരെയാണല്ലോ നമ്മൾ പോയത്. അവിടെ എത്തുന്ന വരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലങ്ങളാണ് കണ്ടത്. അങ്ങനെ പിന്നെ നമ്മുടെ പെരളശ്ശേരി സ്കൂൾ, അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ +1 +2 ഉണ്ടായത്. പക്ഷേ സ്കൂളിൻ്റെ മുഖച്ഛായയെ മാറിപ്പോയി. പണ്ട് നമ്മൾ പഠിക്കുമ്പോഴുള്ള ഇതൊന്നുമല്ല. ഇപ്പം ബിൽഡിംഗ് എല്ലാം മാറ്റിയെടുത്തു, എല്ലാം പൊളിച്ചെല്ലാം മാറ്റിയെന്ന് തോന്നും. അതിന് ശേഷം അങ്ങോട്ട് പോകേണ്ട ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇതേപോലെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിരുന്ന ഒരു ഗെറ്റ് ടുഗദർ ആറ്റം കിട്ടിയിരുന്നെങ്കിൽ പോകാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഇതും ഇല്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഈ റോഡിലൂടെ പോകുമ്പം മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പഠിച്ച സ്കൂളെന്നും പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ മൊത്തത്തിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ബിൽഡിങ്സൊക്കെ മാറ്റിയെടുത്തെന്നാണ് തോന്നുന്നത്. അങ്ങനെ പെരളശ്ശേരി ഭാഗത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ആളായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ. ആരെങ്കിലും എന്തായിട്ട് 1-2 ആളെങ്കിലും ഈ വീഡിയോ കാണാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കൊന്ന് സംഘടിപ്പിക്കണം. അങ്ങനെ പഴയ ഓർമ്മകളെല്ലാം അയവറയൊക്കെ കൊണ്ട് നമ്മളിതാ പെരളശ്ശേരി അമ്പലത്തിലെത്തിയിരിക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാകുമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മളധികം ലേറ്റ് ആവാതെ തുടങ്ങും. നട ഒരു 4:15 ആ ടൈമാണ് ഈവനിങ്ങിൽ തുറക്കുക. നമുക്കത് രാവിലെ 4 മണിക്ക് തുടങ്ങി 12 മണിയോ 12:30 വരെയും, അതിന് ശേഷം 4:15 മുതൽ 8 മണി വരെ ആയിട്ടാണ് ടൈമിങ്. അപ്പോൾ നമ്മൾ ഏകദേശം നട തുറക്കുന്ന ആ ടൈം തന്നെ എത്തിയത് കൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലെത്തിയാൽ ആദ്യം തന്നെ എന്നും പോകുന്നത് ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകാനാണ്. ഇവിടെ എല്ലാവർക്കും കുറച്ച് സമയം അധികം വേണ്ടി വരും. കാരണം ഇവിടെ ഈ കുളം നിറയും മീനുകളാണ്. അപ്പോൾ എന്തായിട്ടും എല്ലാവരും കുറച്ച് സമയം ആ മീനിനെ എന്താ പറയണ്ടേ, അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കയറൽ പതിവുള്ളൂ. അപ്പോൾ എല്ലാവരും തിരക്കിട്ട് കുളത്തിലേക്ക് പോകുന്നതാണ്. എപ്പോ ഏട്ടന് കാലിന് ഭയങ്കരമായിട്ട് നമുക്ക് ഒന്ന് വരുമ്പോ തന്നെ എന്തോ ആകുന്നു അല്ലേ.
ഗോൾഡ് ഫിഷ് എന്താ വരാതെ മണികനകമയ നമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു രാമകാര്യാർത്ഥമായ വിധവും ആസനാശയനങ്ങൾ ചെയ്യുന്നതും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രദക്ഷിണം വെക്കുകയെന്ന് പുറത്തേക്ക് കൂടി, ഉള്ളിൽ നിന്ന് എല്ലാം വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ പുറത്ത് പ്രദക്ഷിണം വെക്കുമ്പം പിന്നെ സൈഡിലായിട്ട് അയ്യപ്പനുണ്ട്, അയ്യപ്പനെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ആൽമരമുണ്ട്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ പോയാൽ ആൽമരം ഇങ്ങനെ ചുറ്റിയിട്ട് വരാറാണ് പതിവ്. അപ്പോൾ ഇപ്പം മുതൽ അവിടെ ആൽമരത്തിൻ്റെ അവിടെ ചുറ്റിലും ഇല വെച്ചിട്ട് അതിൽ കല്ലെടുത്ത് വെക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഐതിഹ്യം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഐതിഹ്യമായിരിക്കും പറയുക, അതൊന്ന് പറഞ്ഞു തരണേ. ഇനി എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വെക്കുന്നതാണോ, ഇനി ഇല ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കും, ഇല പാറിപ്പോവാണ്ടെടുക്കാൻ കല്ല് വെക്കുന്നതാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വെക്കുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങളും പിന്നെ പ്രാർത്ഥിച്ചിട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് സർപ്പവലിയും ഞാൻ പറഞ്ഞല്ലോ കോഴിമുട്ട നാഗത്തമ്മർക്ക് സമർപ്പിക്കുന്ന ഒരിതുണ്ട്, അതൊക്കെ ചെയ്ത് കുറച്ച് സമയം പുറത്ത് വന്ന് നമ്മളെ ക്ഷേത്രക്കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ തോട്ടടിയിലെ അമ്പലത്തിലേക്ക്, അമ്പലമല്ല കാവ്, വിനോട്ടൻ്റെ കുടുംബക്ഷേത്രമാണ്, അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കാടാച്ചിറയിൽ നിന്ന് നേരെ തോട്ടട പിടിക്കേണ്ട പരിപാടിയാണ്. പൊതുവെ നമ്മളങ്ങനെയാണ് ചെയ്യാറ്. പെരളശ്ശേരി അമ്പലം പോയി അവിടെ തൊഴുതിച്ച് തിരിച്ച് വരുന്ന വഴി വിനോട്ടൻ്റെ കുടുംബക്ഷേത്രമായ കീഴ്ണക്കാവിലും പോയിട്ടാണ് വരാറ്. അപ്പോൾ അവിടുന്ന് പിന്നെ കാടാച്ചിറ വഴിയാണ് സ്ട്രെയിറ്റ് പോകാറ്. ഇതേതാ റോഡ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, നമ്മളെന്നും ഇതുവഴിയാണ് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു, അതെന്താ പറ്റിയെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നും നമ്മളെവിടെയാണ് അപ്പോൾ കീഴ്ന്ന് അങ്ങോട്ട് എവിടെയോ കയറില്ല. ഇപ്രാവശ്യം നമ്മൾ നടാല് വഴിയൊക്കെയാണ് പിന്നെ ഇവിടെ എത്തിയത്, കാവിലേക്ക് എത്തിയത്. എങ്ങനെയായാലും വട്ടം കറങ്ങി നമ്മൾ കാവിലെത്തിയിട്ടുണ്ട്. പിന്നെ കാവിലെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പിന്നെ നട തുറന്ന് വിളക്ക് എത്തിക്കുകയോ അങ്ങനെയൊന്നും ഉള്ളതല്ല. പിന്നെ മുച്ചിലോട്ട് കാവിൽ എന്തെങ്കിലും വിശേഷാൽ ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ നടയൊക്കെ തുറന്ന് വിളക്കൊക്കെ കത്തിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് എന്തെങ്കിലും വിശേഷാൽ ദിവസമാണോ എന്നറിയില്ല. പക്ഷെ നമ്മൾ പോയത് കർക്കിടക മാസത്തിലായിരുന്നു. അപ്പോൾ എന്തായിട്ട് വൈകുന്നേരം കർക്കിടക രാമായണ പാരായണമൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ്. കാരണം അവിടെ ഒരു 5:30 ആകുമ്പം പിന്നെ അന്തിത്തിരിയാട്ടം വന്നിട്ട് വിളക്ക് എത്തിക്കുന്നൊക്കെയുള്ള ഇതുകൊണ്ട് നമ്മൾ ആ ടൈം എത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവുമോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ നമ്മൾ പോകുന്ന ഇതാണ്. അപ്പോൾ നടാല് വഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഈ റോഡൊന്നും എനിക്ക് വലിയ പരിചയമില്ല, ഏതാണ് റോഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാനെന്തോ അതിലൊക്കെ പറഞ്ഞിട്ട് തെറ്റിയിട്ട് അയ്യേ അതല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇവർക്കും സത്യം പറഞ്ഞാൽ റോഡൊന്നും അറിയില്ല, ബോർഡ് നോക്കിയിട്ട് പറയുന്നതാണ് എല്ലാവരും. അങ്ങനെ നമ്മളിതാ നടാല് വഴിയൊക്കെ ചുറ്റി കീഴ്ണക്കാവ് പോകുന്ന റോഡ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കാവിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളിതാ കാവിലെത്തി. വിചാരിച്ച പോലെയല്ല, ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാമായണ പാരായണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയും അങ്ങനെ എല്ലാമായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ടൈം ആയിരുന്നില്ല, വിളക്ക് എത്തിക്കുന്നവരെ ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ പിന്നെ പ്രസാദ വിതരണം ഉണ്ടായിരുന്നു. അതായത് പാൽപ്പായസം ഡെയിലി ഉള്ളതാണെന്നൊന്നും അറിയുന്നില്ല ഈ കർക്കിടക മാസം ആയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ പോയെന്ന് പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇപ്പം താഴെ ഇറങ്ങി അങ്ങനെ പായസമൊക്കെ കുടിച്ച് കുറച്ച് പരിചയമുള്ളവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തത്.
അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇനിയും നമുക്ക് കുറേ വീഡിയോ നാട്ടിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.